നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെ പാഡിംഗ് ആൻഡ് മാർജിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് പുതിയതായിട്ട് ഞാൻ ലിബിൽ ഒരു പുതിയ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പാക്കേജ് നൽകുക 04 പാഡിംഗ് അണ്ടർസ്കോർ മാർജിൻ എന്ന് നൽകുക. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഡാറ്റ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ന്യൂ ഓക്കെ, എൻ്റെ മെറ്റീരിയൽ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് മെറ്റീരിയൽ ഡോട്ട് ഡാറ്റ്. ഓക്കെ, അതിനുശേഷം എൻ്റെ മെയിൻ ഫംഗ്ഷൻ നൽകുന്നു. മെയിൻ റൺ ആപ്പ് without padding margin. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന വിഡ്ജറ്റിൽ പാഡിങ്ങോ മാർജിനോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ക്ലാസ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഇതിൽ നമുക്ക് ബിൽഡ് മെത്തേഡ് നൽകാം. ഇതിനുള്ളിൽ ഞാൻ മെറ്റീരിയൽ ആപ്പ് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ മെറ്റീരിയൽ ആപ്പ്. അതിൻ്റെ ഹോമായിട്ട് ഞാൻ മെറ്റീരിയലാണ് നൽകുന്നത്. മെറ്റീരിയൽ ഒരു വിഡ്ജറ്റാണ്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, ഇവിടെ ഞാൻ മെറ്റീരിയലിന് കളർ നൽകുകയാണ്. കളേഴ്സ് ഡോട്ട് ഗ്രേ 50 നൽകുന്നു. ഓക്കെ, മെറ്റീരിയലിൻ്റെ ചൈൽഡ് വിഡ്ജറ്റായിട്ട് ഞാനൊരു കണ്ടെയ്നർ നൽകുകയാണ്. ഇതിനും ഞാൻ കളർ നൽകുന്നു. കളേഴ്സ് ഡോട്ട് ഗ്രേ ഓഫ് 500. കുറച്ചുകൂടെ ഡാർക്ക് ഗ്രേ ആണ് ഞാനിവിടെ നൽകുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കണ്ടെയ്നറിന് ഞാൻ വീണ്ടും ഒരു ചൈൽഡ് നൽകുകയാണ്. ചൈൽഡ് കണ്ടെയ്നർ 10. അതിന് ഞാൻ വീണ്ടും കളർ നൽകുന്നു. കളേഴ്സ് ഡോട്ട് ഗ്രേ. ഓക്കെ, അതിനെ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി ഞാൻ കൂട്ടുന്നു. 700 നൽകുന്നു. ഓക്കെ, സാധിക്കും നമ്മുടെ മെറ്റീരിയൽ നൽകിയിട്ടുള്ള കണ്ടെയ്നറുകൾക്കെല്ലാം ഒരു കളറായിട്ട് ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാഡിങ്ങോ അതുപോലെ തന്നെ മാർജിനോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കണ്ടെയ്നറിനെ സെപ്പറേറ്റ് ചെയ്ത് ഔട്ടറിലും ഇന്നറിലും നമുക്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാൻ ഈ ഒരു ക്ലാസ് തന്നെ ഫുള്ള് കോപ്പി ചെയ്യുകയാണ്. ഞാൻ ഈ ക്ലാസ് ഫുള്ള് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഞാനത് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, പാഡിംഗ് മാർജിൻ എന്നാക്കുകയാണ് ക്ലാസ് നെയിം. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിൽ പാഡിങ് കൊണ്ടുവരികയാണ്. അതായത് മെറ്റീരിയലിൻ്റെ ചൈൽഡായിട്ടുള്ള കണ്ടെയ്നറിന് ഞാൻ എന്ത് ചെയ്യുകയാണ്, പാഡിങ് നൽകുകയാണ്. ഓക്കെ, പാഡിങ് എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൾ 70 നൽകുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ആപ്പിനെ ഞാൻ എൻ്റെ റൺ ആപ്പിൽ കോൾ ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഡാർക്ക് ഗ്രേ ആയിട്ട് നൽകിയിരിക്കുന്ന കണ്ടെയ്നറിന് ഔട്ട്സൈഡിലുള്ള ആ ഒരു കളർ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ മാർജിൻ നൽകുകയാണ്. മാർജിൻ എഡ്ജ് ഇൻസെക്ട്സ് ഡോട്ട് ഓൾ ഞാൻ 40 നൽകുന്നു. ഇതിനുശേഷം ഞാൻ ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. നമുക്കിപ്പോൾ ഇവിടെ 40 dp മാർജിൻ അപ്ലൈ ആയിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫ്ലട്ടറിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇത് നമ്മൾ മാർജിൻ പാഡിങ് അതുപോലെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഓരോ പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ നമ്മൾ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ.